എൻ്റെ മനസ്സ് അത്രമാത്രം ഉറച്ചതായിരുന്നു. നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട്. നാളത്തെ പ്രൊമോ തുടങ്ങുമ്പോൾ തന്നെ അനീഷും അക്ബറും ആക്ടിവിറ്റി ഏരിയയിൽ നിൽക്കുന്നത് കാണിച്ചിട്ടുണ്ട്. പെട്ടെന്നൊരു എവിക്ഷൻ പ്രോസസ് ആണെന്ന് തോന്നിപ്പോയി. പക്ഷേ എവിക്ഷൻ പ്രോസസ് അല്ല. കഴിഞ്ഞ സീസണിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു മിറർ ടാസ്ക് ഉണ്ടല്ലോ, സ്വയം കണ്ണാടിയിൽ നോക്കി മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരു അവസരം ബിഗ് ബോസ് കൊടുക്കുകയാണ്. ആ ടാസ്ക് ആണ് നാളെ നടക്കാൻ പോകുന്നത്. അനീഷും അക്ബറും മാത്രമാണ് നാളെ സംസാരിക്കുന്നതായിട്ട് പ്രൊമോയ്ക്കകത്ത് കാണിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളവർ സംസാരിക്കുന്നതിൻ്റെ പ്രൊമോ വരുന്നതേ ഉള്ളായിരിക്കും. അനീഷ് പറയുന്നുണ്ട്, ചിലരോട്, ഇവിടെയുള്ള ചില മത്സരാർത്ഥികളോട് എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വീട്ടിലേക്ക് കയറി വന്നതിൽ പിന്നെ എനിക്ക് വീട്ടുകാരെ വരെ, സ്വന്തം വീട്ടുകാരെ വരെ മറന്നു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. എൻ്റെ മനസ്സ് ഉറച്ചതായിരുന്നു എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. പിന്നീട് അക്ബർ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ കണ്ണാടി നോക്കി സംസാരിക്കുന്നു. അക്ബറെ, നീയാണ് ആദ്യത്തെ ബിഗ് ബോസിലെ ടോപ്പ് 6 പ്ലേ ബാക്ക് സിംഗർ എന്നൊക്കെ പറഞ്ഞ് അക്ബറിനെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് കണ്ണാടിയിൽ നോക്കി. കഴിഞ്ഞ സീസണിൽ ജാസ്മിൻ ജാഫറൊക്കെ കണ്ണാടിയിൽ നോക്കി തകർത്താടിയ ഒരു ടാസ്ക്കാണ് ഇത്. അത് ഓർമ്മയുള്ളവർ, കണ്ടിട്ടുള്ളവർക്ക് പെട്ടെന്ന് ഓർമ്മ വരും. ഗ്രാൻഡ് ഫിനാലയിൽ ആര് കപ്പ് ഉയർത്തും എന്ന് തീരുമാനിക്കുന്ന ഫൈനൽ വോട്ട് റിസൾട്ട് ഈ ഒരു ചാനലിൽ പുറത്തുവിടുന്നതായിരിക്കും. കൃത്യമായി വോട്ടിംഗ് റിസൾട്ട് അറിയുന്നതിനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.